ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ വിവാഹ ജീവിതം എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല വേണ്ടത്, അക്സെപ്റ്റൻസ് ആണ് വേണ്ടത് എന്നുള്ളത്. വളരെ ശരിയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നിങ്ങളുടെ അനുഭവത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാരണം നമ്മൾ ഈ കാമുകന്മാരെ ഒന്ന് നോക്കുക. അവരാ സമയത്ത് മറ്റ് അതായത് നമ്മുടെ പങ്കാളിയുടെ ഒരു കുറവും അവർ കാണുന്നില്ല. എന്തൊക്കെ കുറവുള്ള വ്യക്തികളായിരിക്കും നമ്മൾ പുറത്തു നിന്ന് നോക്കിയാൽ നമ്മൾ പറയും, ഇങ്ങനെ ഒരാളെ കിട്ടിയുള്ളൂ, എത്ര നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ എത്ര നല്ല പയ്യനാണ്, അവൻ ഇങ്ങനെ ഒരു പെണ്ണ് വേണമായിരുന്നോ, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ചെക്കൻ വേണമായിരുന്നോ, എന്താ ഇത്, എത്ര മോശമാണ്, ഇങ്ങനെ പലതും നമ്മൾ പറയും. പക്ഷെ അവരുടെ കണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ്. അവർ കണ്ടുപിടിച്ച ആൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് മാത്രമേ അവർ കാണുന്നുള്ളൂ. ഒരിക്കലും അവരുടെ കുറവുകൾ അവർ കാണുന്നേയില്ല. അതുകൊണ്ടാണ് അവർക്ക് അതിതീവ്രമായിട്ട് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? വിവാഹ ജീവിതത്തിൽ പല കുറവുകളിൽ നോക്കിക്കണ്ട് ആ കുറവിനെ അങ്ങോട്ട് പർവ്വതീകരിച്ച് അതിന് പുറത്ത് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഒടുവിൽ നമ്മൾ നിരാശരായിട്ട് പറയും, അഡ്ജസ്റ്റ് ചെയ്യണു, എന്താ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാമുകന്മാരെ പോലെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തുകൂടെ? അക്സെപ്റ്റ് ചെയ്താൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല കാര്യമല്ലേ? നമുക്ക് അത്തരം കഴിവില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ കാമുകന്മാർക്ക് ആ കഴിവുണ്ടല്ലോ, അത് നമ്മൾ തന്നെയല്ലേ? അപ്പോൾ നമുക്കതിനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മളങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയുന്നില്ല. നമ്മളിങ്ങനെ ആർഗ്യൂ ചെയ്ത് ഞാൻ ശരിയാണ്, എൻ്റെ ജീവിത രീതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച് ആ ജീവിതം മോശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും പറയുന്നു, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, പകരം അക്സെപ്റ്റ് ചെയ്യൂ. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൾ. അവരെ നിങ്ങൾ മനസ്സാൽ അങ്ങോട്ട് സ്വീകരിക്കൂ. അവരുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ദോഷങ്ങളെക്കാൾ, അവരുടെ കുറവുകളേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ അറിയാലോ, അങ്ങനെ ശ്രദ്ധിക്കൂ. അങ്ങനെ ജീവിതം വളരെ ഭംഗിയാക്കൂ. കൂടെ ആരെ കിട്ടിയാലും അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതല്ലേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. കാരണം നമുക്കതിന് കഴിയും. നമ്മൾ കഴിയാത്ത ആളുകളല്ല. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാവും.